ഹലോ, വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കൾച്ചറിലെ ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ നോട്ട്സാണ്. അപ്പം ആർട്ട് ആൻഡ് കൾച്ചർ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ എത്ര മാർക്കിന് ചോദിച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 5 മാർക്കിനോളം ചോദിക്കും. പിന്നെ അത്യാവശ്യം നമുക്ക് കറണ്ട് അഫയേഴ്സിലും ഇത് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പലതരം കലാരൂപങ്ങൾ, ആർട്ട് ആൻഡ് കൾച്ചർ കലാരൂപങ്ങൾ, കേരളത്തിൻ്റെ കലാരൂപങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നോക്കുന്നത്. ഒന്നാമത്തേത് കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ ഒരു പിക്ചറാണ്. ഇതാണ് കൂടിയാട്ടം. കൂടിയാട്ടത്തിൻ്റെ പിക്ചറാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നിങ്ങനെ അറിയപ്പെടുന്നതാണ് കൂടിയാട്ടത്തിന്റെ വിശേഷണങ്ങൾ. കൂടിയാട്ടത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നിങ്ങനെ അറിയപ്പെടുന്നു. അനശ്വര പൈതൃകത്തിന്റെ മഹത്ത് കലാസൃഷ്ടി എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ച ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം. അനശ്വര പൈതൃകത്തിന്റെ മഹത്ത് കലാസൃഷ്ടി എന്ന് യുനെസ്കോ എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, അന്താരാഷ്ട്ര സംഘടനയാണ്. യുനെസ്കോ പ്രഖ്യാപിച്ച ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ കലാരൂപമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ കലാരൂപമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2001. ഇപ്പോൾ കൂടിയാട്ടത്തിന്റെ വിശേഷണങ്ങളാണ്: അഭിനയത്തിന്റെ അമ്മ, കലകളുടെ മുത്തശ്ശി എന്നിങ്ങനെ. അനശ്വര പൈതൃകത്തിന്റെ മഹത് കലാസൃഷ്ടി എന്ന് യുനെസ്കോ പ്രഖ്യാപിച്ച ഭാരതീയ കലാരൂപമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ കലാരൂപവും കൂടിയാട്ടമാണ്. ഉൾപ്പെടുത്തിയ വർഷം 2001. കൂടിയാട്ടത്തിലെ കുലപതി. ഇപ്പോൾ കൂടിയാട്ടം ഓരോ കലാരൂപങ്ങളുണ്ടാവും, അതിൻ്റെ അകത്ത് ഓരോ കഥാപാത്രങ്ങളുണ്ടാവും. അപ്പോൾ കൂടിയാട്ടത്തിലെ കുലപതി എന്ന് പറയുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ. കുലപതി അമ്മന്നൂർ മാധവ ചാക്യാറാണ്. പുരുഷ കഥാപാത്രം, കേന്ദ്ര പുരുഷ കഥാപാത്രം, കൂടിയാട്ടത്തിലെ പ്രമുഖ പുരുഷ കഥാപാത്രം ചാക്യാറാണ്. സ്ത്രീ കഥാപാത്രം നാങ്യാറാണ്. ഇത് അവതരിപ്പിക്കാൻ വേണ്ട, ഒരു കൂടിയാട്ടം ഫുള്ളായിട്ട് അവതരിപ്പിച്ച് തീർക്കാൻ വേണ്ട ദിവസം 41. അതിനായിട്ട് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യ ഉപകരണമാണ് മിഴാവ്. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യങ്ങളാണ് ഇടയ്ക്ക ശംഖ്, കൂറുംകുഴൽ, കുഴിത്താളം. അവതരിപ്പിക്കുന്ന സ്ഥലം കൂത്തമ്പലം. അപ്പം കൂടിയാട്ടത്തിലെ കുലപതി എന്ന് പറയുന്നത് അമ്മന്നൂർ മാധവ ചാക്യാറാണ്. പുരുഷ കഥാപാത്രം ചാക്യാർ, സ്ത്രീ കഥാപാത്രം നാങ്യാറ്. അവതരിപ്പിക്കാൻ വേണ്ട ദിവസം 41. പ്രധാന വാദ്യ ഉപകരണം മിഴാവ്. അതിൻ്റെയാണ് ചിത്രം താഴെ കൊടുത്തേക്കുന്നത്. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യങ്ങൾ ഇടയ്ക്ക, ശംഖ്, കുറുംകുഴൽ, കുഴിത്താളം. അവതരിപ്പിക്കുന്ന സ്ഥലം കൂത്തമ്പലം. കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതിയാണ് നാട്യ കൽപദ്രുമം. കൂടിയാട്ടത്തിന്റെ അമ്മ എന്നറിയപ്പെടുന്ന കൃതി നാട്യ കൽപദ്രുമം. അതിന്റെ രചയിതാവായിരുന്നത് മാണി മാധവ ചാക്യാർ ആയിരുന്നു. രചയിതാവ് മാണി മാധവ ചാക്യാർ ആയിരുന്നു. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കഥാകാരനാണ് മാണി മാധവ ചാക്യാർ. കഥകളിക്ക് കണ്ണുകൾ നൽകിയ കലാകാരൻ എന്നറിയപ്പെടുന്നതും മാണി മാധവ ചാക്യാരാണ്. കൂത്ത്, കൂടിയാട്ടം, കഥകളി തുടങ്ങിയ കേരള ദൃശ്യ കലാരൂപങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുമ്പോൾ ഓരോ കഥാപാത്രവും കാണിക്കേണ്ട ആംഗ്യ മുദ്രാഭിനയ രീതികളെ വിവരിക്കുന്ന കൃതിയാണ് ആട്ടപ്രകാരം. കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകുന്ന സംഘടനയാണ് മാർഗി. കൂടിയാട്ടത്തിനും കഥകളിക്കും പ്രചോദനം നൽകുന്ന സംഘടന ഏതാണ്? മാർഗി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം സർവലൗകികമായ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം. സാർവലൗകികമായ സൗന്ദര്യത്തിന് വേണ്ടിയുള്ള അന്വേഷണം എന്നാണ് മാർഗി എന്ന സംസ്കൃത പദത്തിന്റെ അർത്ഥം. അപ്പൊ ഏത് പദത്തിൽ നിന്നാണ്? സംസ്കൃതത്തിൽ നിന്നാണ് മാർഗി എന്ന വാക്ക്
ഉത്ഭവം. സ്ഥാപകൻ അപ്പുക്കുട്ടൻ നായരാണ്. കൂടിയാട്ടത്തിന്റെ സ്ഥാപകൻ അപ്പുക്കുട്ടൻ നായരാണ്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. 2001 യുനെസ്കോ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തി മാർഗി സതി. 2001 യുനെസ്കോയിൽ കൂടിയാട്ടം അവതരിപ്പിച്ച വ്യക്തിയാണ് മാർഗി സതി. അദ്ദേഹം ആത്മകഥയാണ് രംഗശ്രീ. അപ്പം മാർഗി സതിയുടെ ആത്മകഥയാണ് രംഗശ്രീ. 2023 അന്തരിച്ച പ്രശസ്ത കൂടിയാട്ട ആചാര്യനായിരുന്നു PKG നമ്പ്യാർ. PKG നമ്പ്യാർ 2023 അന്തരിച്ച പ്രശസ്ത കൂടിയാട്ട ആചാര്യമാണ് PKG നമ്പ്യാർ. കൂടിയാട്ടം ഹിന്ദിയിലേക്ക് മാറ്റിയ വ്യക്തി. 2001 യുനെസ്കോ അംഗീകരിച്ച കൂടിയാട്ട ഗുരുവുമായിരുന്നു PKG നമ്പ്യാർ. കൂടിയാട്ടം ഹിന്ദിയിലേക്ക് മാറ്റിയ വ്യക്തിയും 2001 യുനെസ്കോ അംഗീകരിച്ച കൂടിയാട്ട ഗുരു. പാടകം എന്ന കലാരൂപം ഉത്ഭവിച്ചത് ചാക്യാർ കൂത്തിൽ നിന്നാണ്. പാടകം എന്ന കലാരൂപം ഉത്ഭവിച്ചത് ചാക്യാർ കൂത്തിൽ നിന്നാണ്. ചാക്യാർ കൂത്തിൽ നിന്നാണ്. അടുത്തതാണ് മുടിയേറ്റ്. മുടിയേറ്റിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. മധ്യ കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. മധ്യ കേരളത്തിലെ കാളി ക്ഷേത്രങ്ങളിൽ പ്രചാരത്തിലുള്ള അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപമാണ് മുടിയേറ്റ്. വർഷം 2010. മുടിയേറ്റിന്റെ മറ്റൊരു പേരാണ് മുടിയെടുപ്പ്. പ്രസിദ്ധമായ ചടങ്ങ്. മുടിയേറ്റിന്റെ അല്ലെങ്കിൽ മുടിയെടുപ്പിന്റെ പ്രസിദ്ധമായ ചടങ്ങ് കളമെഴുത്താണ്. കളമെഴുത്തിന് ഉപയോഗിക്കുന്ന നിറങ്ങൾ കറുപ്പ്, വെളുപ്പ്, ചുമപ്പ്, പച്ച, മഞ്ഞ. പുലയർ സമുദായത്തിന്റെ വിനോദനാർത്ഥം മുടിയാട്ടം. കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു സമൂഹ നൃത്തവുമാണ് മുടിയാട്ടം. വടക്കൻ കേരളത്തിൽ കലാരൂപം എന്നറിയപ്പെടുന്ന പേര് നീലിയാട്ടം. കലാരൂപം അറിയപ്പെടുന്ന പേരാണ് നീലിയാട്ടം. മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് പറ, മദ്ദളം, കരു, കൊക്കര എന്നിവ. അപ്പൊ അടുത്തതാണ് മുടിയാട്ടം. മുടിയാട്ടം എന്താണ്? കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അവതരിപ്പിച്ചു വരുന്ന ഒരു സമൂഹ നൃത്തമാണ്. വടക്കൻ കേരളത്തിലെ കലാരൂപം അറിയപ്പെടുന്നത് നീലിയാട്ടം എന്നാണ്. മുടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങളാണ് പറ, മദ്ദളം, കരു, കൊക്കര. അടുത്തതാണ് തോൽപ്പാവക്കൂത്ത്. ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കൂത്തുമാടങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറാറുള്ളത്. ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട കൂത്തുമാടങ്ങളിലാണ് തോൽപ്പാവക്കൂത്ത് അരങ്ങേറാറുള്ളത്. പാലക്കാട്ട് പുലവർ എന്ന ആളാണ് ഈ സമ്പ്രദായം ആദ്യമായി നടപ്പാക്കിയത്. നടപ്പിലാക്കിയത്. കമ്പ രാമായണത്തെ ആസ്പദമാക്കി പാലക്കാട് ജില്ലയിലെ പ്രചരിച്ച കലാരൂപമാണ്. അപ്പം കമ്പ രാമായണത്തെ ആസ്പദമാക്കി ഏത് ജില്ലയിലെ? പാലക്കാട് ജില്ലയിൽ പ്രചരിച്ച കലാരൂപമാണ് തോൽപ്പാവക്കൂത്ത്. തോൽപ്പാവക്കൂത്തിലെ തിരശീലയെ വിളിക്കുന്ന പേരാണ് ആയപ്പുടവ. തോൽപ്പാവക്കൂത്തിലെ തിരശീലയെ വിളിക്കുന്ന പേര്. ബാക്കിയുള്ള ചിത്രം കിടപ്പുണ്ട്. ചിത്രം നോക്കിയാൽ മനസ്സിലാകും. അതിലെ തിരശീലയെ വിളിക്കുന്ന പേരാണ് ആയപ്പുടവ. വാദ്യ ഉപകരണങ്ങൾ 7 പറ, ചെണ്ട, മദ്ദളം, ചേങ്ങില, ഇലത്താളം, കുഴൽ എന്നിവ. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപങ്ങളാണ് കുമ്മാട്ടിക്കളി. കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ പ്രചാരത്തിലുള്ള നാടൻ കലാരൂപമാണ് കുമ്മാട്ടിക്കളി. മകരം, കുംഭമാസങ്ങളിൽ കാർഷികോത്സവത്തിന്റെ ഭാഗമായും ഓണക്കാലത്തെ നാടൻ വിനോദമായും കുമ്മാട്ടിക്കളി അവതരിപ്പിച്ചു പോരുന്നു. അപ്പൊ ഇതാണ് കുമ്മാട്ടിക്കളിയുടെ പിക്ചർ. ഓണവില്ലിനൊപ്പമാണ് പാട്ട്. ജില്ലകൾ. കുമ്മാട്ടിക്കളി ഇപ്പൊ നിലവിലുള്ള ജില്ലകൾ എന്ന് പറയുന്നത് തൃശ്ശൂര്, പാലക്കാട്, വയനാട് എന്നിവയാണ്. അടുത്താണ് പടയണി അല്ലെങ്കിൽ പടയണി.
മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി. മധ്യ തിരുവിതാംകൂറിലെ ദേവീക്ഷേത്രങ്ങളിൽ അരങ്ങേറുന്ന സംഘടിത കോലം തുള്ളലാണ് പടയണി. ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളെയും വസൂരിയിൽ നിന്നും മറ്റും രക്ഷിക്കുന്നതിനായി അരങ്ങേറിയ കലാരൂപം. ഒരു ഗ്രാമത്തിലെ മൊത്തം ജനങ്ങളെയും വസൂരിയിൽ നിന്നും മറ്റും രക്ഷിക്കുന്നതിനായി അരങ്ങേറിയ കലാരൂപമാണ് പടയണി അല്ലെങ്കിൽ പടയണി. അപ്പൊ പടയണി ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട. പടയണി ജില്ല എന്ന് പറയുന്നത് പത്തനംതിട്ട. ഗ്രാമം പടയണി ഗ്രാമം എന്നറിയപ്പെടുന്നത് കടമ്മനിട്ട രാമകൃഷ്ണപിള്ള. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു കഥാകൃത്തിനെ? പടയണി ഗ്രാമം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? കടമ്മനിട്ട രാമകൃഷ്ണൻ. പടയണിയിലെ പാളക്കോലങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കടമ്മനിട്ട വാസുദേവ പിള്ള. പടയണിക്കെണിയിലെ വാദ്യ ഉപകരണങ്ങളാണ് ചെണ്ട, കൈമണി, തപ്പ്. പ്രധാന വാദ്യ ഉപകരണം തപ്പാണ് പ്രധാന വാദ്യ ഉപകരണം. മറ്റു ഉദാഹരണം ചെണ്ട, കൈമണി എന്നിവ. ഇപ്പൊ പടയണി ജില്ല പത്തനംതിട്ട, ഗ്രാമം കടമ്മനിട്ട. നീലംപേരൂർ പടയണിക്ക് പ്രസിദ്ധമായ ജില്ലയാണ് ആലപ്പുഴ. നീലംപേരൂർ പടയണിക്ക് പ്രസിദ്ധമായ ജില്ല ആലപ്പുഴ. ആയില്യം പടയണിക്ക് പ്രസിദ്ധമായ കേരളത്തിലെ ജില്ല കോട്ടയം. കോട്ടയം ജില്ലയിലെ പടയണി ഗ്രാമമാണ് ആലപ്ര തച്ചരിക്കൽ. അടുത്തതാണ് അർജുന നൃത്തം. കോട്ടയം ആലപ്പുഴ ജില്ലയിലെ പ്രചാരത്തിലുള്ള കലാരൂപമാണ് അർജുന നൃത്തം. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട കലാരൂപം. അനുഷ്ഠാന കല, ആയോധന കല, മയിൽപീലി തൂക്കം എന്ന പേരുകളിലും അറിയപ്പെടുന്ന കലാരൂപം. മഹാഭാരത കഥയുമായി ബന്ധപ്പെട്ട കലാരൂപം, അനുഷ്ഠാന കല, ആയോധന കല, മയിൽപീലി തൂക്കം എന്നീ പേരുകളിലും അറിയപ്പെടുന്ന വാദ്യ ഉപകരണം മദ്ദളം, ഇലത്താളം, ചെണ്ട എന്നിവ. അടുത്തതാണ് യക്ഷഗാനം. യക്ഷഗാനത്തിന്റെ ചിത്രമാണ് ഈ കൊടുത്തിരിക്കുന്നത്. സംസാരിക്കുന്ന കഥകളി എന്നറിയപ്പെടുന്നതാണ് യക്ഷഗാനം. പിതാവ് പാർത്ഥസുബ്ബൻ. മറ്റൊരു പേര് ബലയാട്ടം. ജില്ല കാസർഗോഡ്. സംസ്ഥാനം കർണാടക. പ്രധാന വാദ്യ ഉപകരണമാണ് ചെണ്ട, മദ്ദളം, ഇലത്താളം എന്നിവ. അടുത്തതാണ് ഓട്ടൻതുള്ളലിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓട്ടൻതുള്ളൽ എന്നെ അറിയപ്പെടുന്നറിയോ? പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ഓട്ടൻതുള്ളൽ. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴയിലും കിള്ളിക്കുറിശിമംഗലത്തും അമ്പലപ്പുഴയിലും. കുഞ്ചൻ നമ്പ്യാർ സ്മൃതിവനം സ്ഥിതി ചെയ്യുന്നത് ചൂലന്നൂർ. തുള്ളൽ വൃത്തം തരങ്കിണി. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ 3 വിധമുണ്ട്. ഓട്ടൻതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. തുള്ളൽ 3 വിധമുണ്ട്. ഓട്ടൻതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ തുള്ളൽ കൃതിയാണ് കല്യാണ സൗഗന്ധികം. കുഞ്ചൻ നമ്പ്യാർക്ക് തുള്ളൽ പ്രസ്ഥാനത്തിന് പ്രചോദനമായ കലാരൂപമാണ് പടയണി. ഇനി അടുത്തതാണ് ചവിട്ട് നാടകം. ചവിട്ട് നാടകത്തിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. ചവിട്ട് നാടകം. കേരളത്തിൽ ലത്തീൻ ക്രൈസ്തവർക്കിടയിലെ കലാരൂപമാണ് ചവിട്ട് നാടകം. ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസ്. മറ്റൊരു പേരാണ് തട്ടുപൊളിപ്പൻ നാടകം. മറ്റൊരു പേര്. യൂറോപ്യൻ ഓപ്പറയോട് സാദൃശ്യമുള്ള കേരളീയ കലാരൂപമാണ് ചവിട്ട് നാടകം.
കേരളത്തിലെ ചവിട്ട് നാടകത്തിന്റെ ആചാര്യനായിരുന്നു ചിന്നത്തമ്പി അണ്ണാവി. കേരളത്തിലെ ചവിട്ട് നാടകത്തിന്റെ ആചാര്യൻ ചിന്നത്തമ്പി അണ്ണാവിയാണ്. കേരളത്തിലെ ആദ്യ ചവിട്ട് നാടകം കാറൽമാൻ ചരിതം. കാറൽമാൻ ചരിതമാണ്. പ്രചാരത്തിലുള്ള ജില്ലകൾ കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ. കേരളത്തിലെ ചവിട്ട് നാടകത്തിന്റെ ആചാര്യം ചിന്നത്തമ്പി അണ്ണാവി. കേരളത്തിലെ ആദ്യ ചവിട്ട് നാടകം കാറൽമാൻ ചരിതം. പ്രചാരത്തിലുള്ള ജില്ലകള് കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ. അടുത്തതാണ് ഭരതനാട്യം. ഭരതനാട്യത്തിന്റെ പിക്ചറാണിത്. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. ചലിക്കുന്ന ശില്പം ഒഡീസി. ചലിക്കുന്ന ശില്പം ഒഡീസി. ചലിക്കുന്ന കഥ കഥകളി. ഇന്ത്യയുടെ ദേശീയ നൃത്യം ഭരതനാട്യം. ഭരതനാട്യം അറിയപ്പെടുന്ന പേരാണ് ദാസിയാട്ടം, ചിന്നമ്മ മേളം, സാതിർ എന്നിവ. അപ്പൊ ചലിക്കുന്ന കാവ്യം ഭരതനാട്യം, ചലിക്കുന്ന ശില്പം ഒഡീസി, ചലിക്കുന്ന കഥ കഥകളി, ഇന്ത്യയുടെ ദേശീയ നൃത്തം ഭരതനാട്യം. ഭരതനാട്യം അറിയപ്പെടുന്ന പേര് ദാസിയാട്ടം, ചിന്നമ മേളം, സാതിർ എന്നിവ. അടുത്തതാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിന്റെ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. മോഹിനിയാട്ടത്തിന് തനത് ലാസ്യ കലാരൂപം, തനത് ലാസ്യ കലാരൂപം എന്ന് അറിയപ്പെടുന്നത് മോഹിനിയാട്ടമാണ്. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടം ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ക്ലാസിക്കൽ പദവി ലഭിച്ച നൃത്തരൂപമാണ് ദേവദാസി. അടിസ്ഥാന ഭാവം ലാസ്യമാണ്. അടിസ്ഥാന കൃതി വ്യവഹാരമാല. അടിസ്ഥാന സംഗീതം കർണാട്ടിക് സംഗീതം. മുദ്രകൾ അടിസ്ഥാനമാക്കിയ കൃതി ഹസ്തലക്ഷണ ദീപിക. ആദ്യ ചടങ്ങ്, മോഹിനിയാട്ടത്തിലെ ആദ്യ ചടങ്ങ് ചോൽക്കെട്ട്. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം ബി കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തെ പരാമർശിച്ച ആദ്യ കവി കുഞ്ചൻ നമ്പ്യാർ. നാടക നടനം, നർമ്മ വിനോദം, പാഠക പഠനം, പാവക്കൂത്തും, മൂലർ ന്യൂയോർക്ക് മോഹിനിയാട്ടം, പടവമേറിന പല മേളം. മോഹിനിയാട്ടത്തെ പരാമർശിച്ച ആദ്യ കവി കുഞ്ചൻ നമ്പ്യാർ. ഇങ്ങനെ പാടിയാണ് കുഞ്ചൻ നമ്പ്യാർ പരാമർശിച്ചത് മോഹിനിയാട്ടത്തെ. നാടക നടനം, നർമ്മ വിനോദം, പാഠക പഠനം, പാവക്കൂത്തും, മാടണി മൂലമർ മോഹിനിയാട്ടം, പാടവമേറിന പല മേളം. അടുത്തതാണ് മണിപ്പൂരി. മണിപ്പൂരിയുടെ പിക്ചറാണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സംസ്ഥാനം മണിപ്പൂരി. ഈ ആദ്യമായിട്ട് മണിപ്പൂരി കലാരൂപം ഉത്ഭവിച്ച സംസ്ഥാനമാണ് മണിപ്പൂർ. ഇപ്പോഴും ഉള്ളത് ഇതിവൃത്തം കൃഷ്ണനും ഗോപികമാരുമാണ്. മണിപ്പൂരി നൃത്തമാതൃകയിലെ മറ്റൊരു നൃത്തമാണ് രാസലീല. പ്രശസ്ത കലാകാരൻ സദാനന്ദ സിംഗ്. മണിപ്പൂരിലെ പ്രശസ്ത കലാകാരൻ സദാനന്ദ സിംഗ്. അടുത്തതാണ് ഒഡീസി. നിലവിൽ വന്ന സംസ്ഥാനം അല്ലെങ്കിൽ ഒഡീസി ഉള്ള സംസ്ഥാനം ഒഡീസയാണ്. പ്രധാന ഘടകം ത്രിഭംഗിയാണ്. ആദ്യ ചടങ്ങ് മംഗളാചരണമാണ് ആദ്യ ചടങ്ങ്. അവസാന ചടങ്ങ് മോക്ഷമാണ്. സംഗീതം ഗീതാഗോവിന്ദം. പ്രശസ്ത കലാകാരനാണ് കേളുചരൺ. അടുത്തതാണ് സാത്രിയ. കലാരൂപമാണ് സാത്രിയ. നിലനിൽക്കുന്ന സംസ്ഥാനം ആസാം. സാത്രിയയുടെ സംഗീതം ബോർഗീതാണ്. പ്രശസ്ത കലാകാരൻ ശങ്കരദേവനാണ് പ്രശസ്ത കലാകാരൻ. ഇതാണ് അതിന്റെ പിക്ചർ, സാത്രിയയുടെ പിക്ചർ. എവിടെയാണ്? ആസാമില്. സാത്രിയയുടെ സംഗീതം ബോർഗീത. പ്രശസ്ത കലാകാരൻ ശങ്കരദേവൻ. അടുത്തതാണ് കഥക്. ഉത്തരേന്ത്യയിലെ പ്രധാന നൃത്തരൂപമാണ് കഥക്. സംസ്ഥാനം ഉത്തർപ്രദേശ്. ഹിന്ദു മുസ്ലിം സംസ്കാരത്തിന്റെ മിശ്രണം എന്നറിയപ്പെടുന്ന കലാരൂപമാണ് കഥക്. കഥക് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? എന്ന് ചോദിച്ചാൽ സംസ്കൃതം. പ്രശസ്ത കഥക് കലാകാരനാണ് ബിർജു മഹാരാജ്. കുച്ചിപ്പടി.
കുച്ചിപ്പടി സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. കുച്ചിപ്പുടി സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തമാണ് കുച്ചിപ്പടി. അപ്പൊ ആന്ധ്രാപ്രദേശിൽ കുച്ചിപ്പടി എന്ന് പറഞ്ഞത് ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തമാണ് കുച്ചിപ്പുടി. കുച്ചിപ്പുടി പ്രദേശത്തിന്റെ പഴയ പേരാണ് കുചേലപുരം. കുചേലപുരം. അപ്പൊ ഇത്രയുമാണ് കലാരൂപങ്ങൾ, കേരളത്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കലാരൂപങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കും എൻ്റെ ഹസ്ബൻഡിന് പനിയായിരുന്നു. അപ്പോൾ എനിക്ക് കൊച്ചിനെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പിന്നെ എൻ്റെ ബ്രദറിന് കൊച്ചുണ്ടായി, അവിടെ പോയി. പിന്നെ എനിക്ക് പനിയുടെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട്. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് സൗണ്ടിന് ഇച്ചിരി ഇതുണ്ടാവും. അതുകൊണ്ടാണ് ഒരു രണ്ട് ദിവസം ഇടയ്ക്ക് ഗ്യാപ്പ് വന്നത്. മാക്സിമം എല്ലാ ദിവസവും ഞാൻ ക്ലാസ് ഇടാൻ നോക്കാം. വളരെ അപൂർവം വരെ എൻ്റെ ക്ലാസ് നോക്കിയിരിക്കുന്നുള്ളൂ. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം കേട്ടൊന്നു ഈ ഒരാഴ്ച ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. അടുത്ത ആഴ്ച മുതൽ എല്ലാ ഡെയിലി ക്ലാസ് ഉണ്ടാവും. ഇപ്പം എൻ്റെ കയ്യിൽ നോട്ട്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പം ക്ലാസ്സിന് ഡിലേ വന്നതിന് സോറി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.